അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റാണ്. വീണ്ടും നമ്മുടെ ഒരു A4 ഷീറ്റും വെച്ചിട്ടൊരു ക്രാഫ്റ്റാണ്. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. DIY നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ, ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് ചിത്രം വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചിത്രം വരയ്ക്കാൻ നമ്മൾ ട്രേസ് എടുത്ത് വരയ്ക്കാം. ഞാൻ പക്ഷേ ട്രേസ് എടുത്തിട്ടല്ല, ഞാൻ നോക്കിയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് 2 ലബൂബുവിനെയാണ്. എന്തായാലും എൻ്റെ ഫ്രണ്ടിന് ലബൂബു ഒരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ 2 ലബൂബുവാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിക്കർ ആക്കാമല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ഷേപ്പിലൊന്ന് കുറച്ച് വൈറ്റ് കളർ വിട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ കട്ട് ചെയ്യണം നമ്മൾ. അത് കുറച്ച് വൈറ്റ് കളർ ഇങ്ങനെ ആക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. കണ്ടോ, ഇത്രയ്ക്ക് കുറച്ചെങ്കിലും വിടണം നമ്മൾ വരച്ച്. അപ്പോൾ 2 എണ്ണവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഇങ്ങനെ സെല്ലോ ടാപ്പ് ഒന്ന് ഒട്ടിച്ച് വെക്കാം കേട്ടോ. ഇതൊന്ന് നമുക്ക് മൊത്തത്തിൽ സെല്ലോ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഇത് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ കീറാണ്ട് ഒന്ന് നോക്കണം, എന്നിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് നമുക്ക് ഈ ബാക്കിക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം, പക്ഷേ എനിക്ക് കട്ട് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നതാണ്. നിങ്ങൾ കട്ട് ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് ഭേദം. ഇത് കുറച്ച് പാടാണ് ബാക്കിക്ക് ഒട്ടിക്കാൻ. പിന്നെ അതുമല്ല കത്രികയും വെച്ച് ഒന്ന് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യാനും അതിനെക്കാട്ടിലും പാടാണ്. കൈ ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ട് നേരെ കട്ടാവില്ല ചില സമയത്ത്, അത് തന്നെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഒട്ടിച്ച ഭാഗം, ഇതൊന്നിങ്ങനെ വെച്ചിട്ട് നമുക്ക് വീണ്ടും സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വൈറ്റായിട്ടുള്ള കുറച്ച് ഭാഗം കട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വൈറ്റ് ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. വൈറ്റ് ഭാഗം കുറച്ച് നമുക്ക് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ DIY സ്റ്റിക്കേഴ്സ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.